ഹായ് ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഓളോ ഒന്ന് ടച്ച് ചെയ്യുക. എങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ലെങ്കിലും, നിങ്ങളുടെ ജീവിതമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും അതിൽ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് അല്ലാതെ നിങ്ങൾ വിട്ടേക്കുക. അപ്പൊ നിങ്ങൾക്ക് അതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അതിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൊണ്ട് റീഡിംഗ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റീഡിംഗ് എടുക്കണമെങ്കിൽ, നിങ്ങളുടെ സ്വന്തം ഫ്യൂച്ചർ അറിയണമെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ തന്നതിന് ശേഷം കാർഡ് എടുത്ത് നോക്കുമ്പോഴാണ് നിങ്ങളുടെ സ്വന്തം റീഡിംഗ് ആണ്. അത് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയും. ആ ഒരു പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. പിന്നെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് റീഡിങ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഞാൻ ബിസി ആയിരിക്കും, എപ്പോഴും നിങ്ങളുടെ കോൾ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ. അത് എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ നോക്കി നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ തരുന്നതായിരിക്കും. എന്തെങ്കിലും നെഗറ്റീവ് എനർജി മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറെ തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് മാറാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ, മണി ബ്ലോക്കേജസ് മാറാനും ജോലി ലഭിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിന് നിങ്ങൾ വാട്സപ്പിൽ മാത്രം വന്നാൽ മതി കേട്ടോ. വാട്സപ്പിൽ വോയിസ് ഇടുകയോ മെസ്സേജ് ഇട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ കാണുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഞാൻ തരുന്ന റെമഡീസ് ഒരുപാട് പേർക്ക് റിസൾട്ട് ആവുമെന്ന് അറിയുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ദിവസം എനിക്ക് മെസ്സേജിലൂടെയും വിളിച്ചും ഓരോ ആളുകൾ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. യൂണിവേഴ്സിന് അല്ലെങ്കിൽ ദൈവത്തിന് നന്ദിയുണ്ട്. ഞാൻ പ്രയോഗിച്ച്, അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്കൊക്കെ തരുന്നതും നിങ്ങളോട് പറഞ്ഞു തരുന്നതും കേട്ടോ. അപ്പൊ വീണ്ടും ഈ ഒരു രീതിയിലുള്ള എൻ്റെ ഒരു സർവീസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോസ് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഞാൻ ഈ കാർഡുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ദിവസങ്ങളിൽ ഞാൻ വളരെ തിരക്കിലാണ് ചില കാര്യങ്ങൾ കൊണ്ട്, അതുകൊണ്ട് അതാണ് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ കാർഡുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 6 of Cups, 2 of Pentacles, Queen of Swords, 3 of Wands, 2 Cups, the World, Lovers, Temperance, Wheel of Fortune, Queen of Cups, ചാരിയോട്ട്. ഇത്രയും കാർഡാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് ഞാനത് പറഞ്ഞില്ല. അപ്പൊ ടോപ്പിക്ക് ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ മുൻപിൽ. അതിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരാൻ പോകുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങളോട് റീഡിങ്ങിലൂടെ പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ കാർഡ് എടുത്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത്, സാരമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ടോപ്പിക്. അപ്പൊ നിങ്ങളൊക്കെ പല പല കാര്യങ്ങൾക്കും കരയുന്നുണ്ട്, ഒരുപാട് കരയുന്നുണ്ട്. കരയാത്തവരില്ല. എപ്പോഴും കരച്ചിലിന്റെ പ്രശ്നങ്ങളും കേൾക്കാനേ എനിക്ക് ടൈമുള്ളൂ. എല്ലാവരും കരച്ചിലാണ്. അപ്പൊ നിങ്ങളുടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് റിസൾട്ട് തരാൻ പോവാണ്. എത്രത്തോളം കണ്ണുനീര് നിങ്ങൾ ഒഴുക്കിയിട്ടുണ്ടോ ഓരോരോ കാര്യങ്ങൾക്ക് എങ്കിൽ ആ ഒഴുക്കിയ കണ്ണുനീരിന് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ ഒരു ദിവസമുണ്ട്. ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും, ദൈവം തരും കേട്ടോ. അങ്ങനെ ചിലർക്ക്, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, പലരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലർക്ക് റിസൾട്ട്, അല്ലെങ്കിൽ ആ കണ്ണുനീരിന് ഒരുപാട് നാളായി കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണുനീരിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ജോലിയുടെ കാര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാത്തവരുണ്ട്. എന്തെങ്കിലും നല്ല രീതിയിൽ നല്ല വിദ്യാഭ്യാസം എടുത്ത്, ഒരുപക്ഷെ എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പഠിച്ചിട്ടുണ്ടാവാം,
അതുപോലെ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല 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 രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ നിങ്ങളുടെ പഠിച്ച വിഷയമല്ലാത്ത, നിങ്ങൾ ആഗ്രഹിച്ചതല്ലാത്ത ജോലിയായിരിക്കും പലർക്കും ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിങ്ങൾക്ക് ഒട്ടും തൃപ്തിയില്ല, നിങ്ങൾക്ക് ഒട്ടും സന്തോഷമല്ല നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപക്ഷെ അങ്ങനെയുള്ള ജോലി കിട്ടുമ്പോൾ സാലറി വളരെ കുറവായിരിക്കും, ജീവിക്കാൻ പോലും തികയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രോബ്ലംസും ഒക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ രീതിയിലുള്ള വ്യക്തികൾക്ക്. ഇനി അത് ജോലി ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ബാലൻസിൽ പോകാനാണ് പറയുന്നത്. ഒരു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ജോലി കിട്ടാൻ വേണ്ടി പഠിച്ചവരായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ ജോലി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, തൽക്കാലം നിങ്ങൾ ആ ജോലിയിൽ തുടരൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. കുട്ടികളുമായിട്ട് പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് പോവുക. നിങ്ങൾ ജീവിതകാലം മുഴുവൻ അതുമായിട്ട് നിൽക്കേണ്ടി വരില്ല. കുറച്ചു കാലം നിങ്ങൾ ആ ഒരു ലെവലിൽ പോകൂ. നിങ്ങളുടെ സമയം കുറച്ചും കൂടെ നല്ലതാകും. അതായത് നിങ്ങൾക്ക് നല്ല ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കേണ്ട സമയം നിങ്ങളുടെ മുന്നിൽ എത്തും. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ സമയം, ഈ വീല് ഇപ്പോഴത്തെ ഈ വീൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചേഞ്ച് ആകുന്ന അനുസരിച്ച് നിങ്ങളുടെ ടൈം നല്ലൊരു സമയത്തിലേക്ക് എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ എങ്ങനെയുള്ള ജോലിയാണോ ആഗ്രഹിക്കുന്നത്, എത്ര സാലറിയാണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിദേശ യാത്ര കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവാം, അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം, ചീറ്റിങ്ങിൽ പെട്ടിട്ടുണ്ടാവും. വിദേശത്ത് പോകാൻ വേണ്ടി ഏജൻസിക്കൊക്കെ കാശ് കൊടുത്ത് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷെ അങ്ങനെ പറ്റിക്കപ്പെട്ട് വിഷമിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, കടം, നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ വിഷമിക്കുന്നവർക്ക് നിങ്ങൾക്ക് വീണ്ടും വിദേശ യാത്രയ്ക്കുള്ള സൗകര്യം ഒരുങ്ങി വരുന്നു. നല്ല ഏജൻസിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക വഴികൾ, ലോണുകളോ അങ്ങനെയൊക്കെയുള്ള വഴികൾ തുറന്നു വരാൻ പോകുന്നു. നിങ്ങൾക്ക് വിദേശയാത്രയ്ക്കുള്ള യോഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പോയിരിക്കും. എത്ര വട്ടം ചീറ്റിങ്ങിൽ പെട്ടെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ അതിനായിട്ട് തടസ്സം നിന്നെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് യോഗമുണ്ടേ പോവുക തന്നെ ചെയ്യും. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ വിദേശയാത്രയുടെ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വിഷമിക്കുന്ന, വിസ വരാതെയോ അല്ലെങ്കിൽ വിദേശത്ത് ചെന്നിട്ട് ചീറ്റിങ്ങിൽ പെട്ട് വിഷമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ പറയുവാണ്, നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവാണ്. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തൊക്കെ പോയിട്ട് ജോലി ലഭിക്കാതെ, ജോലി കിട്ടാതെ വിഷമിച്ച് കണ്ണുനീരുമായിട്ട് ദുരിത ജീവിതം നയിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോവാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഇതിനായിട്ട് ട്രൈ ചെയ്യൂ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നു. വിദേശത്ത് ഒരുപാട് ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങളോടൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകൂ എന്നാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ സമയം ഭാഗ്യസമയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എടുത്ത എഫേർട്ട്, എത്രത്തോളം കഷ്ടപ്പാട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, എത്രത്തോളം കണ്ണുനീര് കുടിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ കുടിച്ച കണ്ണുനീരിന്, നിങ്ങൾ കുടിച്ചതിന് നിങ്ങൾ എത്രത്തോളം കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടോ, അത് എത്രയാണോ അതിലധികമാണ് സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വരുന്ന നന്മ അതുപോലുള്ളതായിരിക്കും. നമ്മൾ എത്രത്തോളം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നമ്മുടെ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധിക്ക് എത്രത്തോളം ആഴമുണ്ടോ ആ ആഴം പോലെ തന്നെ എത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും അതുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധി ഏതായാലും ആ പ്രതിസന്ധിക്ക് അപ്പുറം ഒരു അത്ഭുതം കാണും നിങ്ങൾ. അതുകൊണ്ട് ആ പ്രതിസന്ധി വന്നതിന് ദൈവത്തോട് നന്ദി പറയുക. ഒരു പ്രതിസന്ധി വരും, നമ്മൾക്ക് നല്ലൊരു കാര്യം സംഭവിക്കണമെങ്കിൽ അതിന് മുന്നേയായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാവും. ഒരുപക്ഷെ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ, സാമ്പത്തികമൊക്കെ ഉള്ളൊരു കുടുംബമാണെങ്കിൽ പെട്ടെന്ന് സാമ്പത്തികം നഷ്ടമുണ്ടാവാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം നല്ലൊരു നന്മ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയൊരു
സന്തോഷം നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചാരിയോട്ട്. ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. വസ്തു വിറ്റാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് വിചാരിച്ച് ആ ഒരു പ്രശ്നങ്ങൾ വസ്തു വിൽക്കുന്നതിലൂടെ തീരും. നിങ്ങളുടെ കടപ്പാരങ്ങൾ ഒരുപാട് കടങ്ങളുള്ള വ്യക്തികളുണ്ടാവാം. അപ്പൊ അതിലൂടെ ആ നിങ്ങളുടെ വസ്തു വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ കടങ്ങൾ വീട്ടമായിരുന്നു എന്ന് കരുതിയിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വസ്തു വിൽക്കാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേര് വരുന്നുണ്ടാവും വസ്തു കാണാനായിട്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വസ്തു സെയിലാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു. നിങ്ങളുടെ സമയം നല്ലതായി തീരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെയധികം സങ്കടങ്ങളാണ്. ഇതുവരെയുള്ള ജീവിതത്തിന് സങ്കടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ മൊത്തത്തിൽ ഭയങ്കര വിഷമത്തിലാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുള്ള ഒരു സംശയത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുമോ, അത് റിയൽ ലവ് ആണോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ റിയൽ ലവ് അല്ല. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ലവ് തന്നെയാണ്, സ്നേഹമാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലൊരു പാർട്ട്ണറാണ്. നിങ്ങൾ ചേരേണ്ട, അതായത് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരും. ഇവിടെ ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കാർഡൊക്കെയാണ് 2 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചേരേണ്ട വ്യക്തികളാണ്. യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ദൈവികമായിട്ടുള്ള ദൈവം അനുഗ്രഹിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ടാവുക, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവുക. എന്താണ് എന്റെ ലൈഫിലേക്ക് വരാത്തതെന്ന് ഓർത്ത് വിഷമിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരാൻ പോവാണ്. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ആ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. ചിലൊരു തേർഡ് പാർട്ടി, ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയ്ക്ക് അല്ലെങ്കിൽ ലവേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫാണ് ആ ഒരു വ്യക്തി അധികം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ സമയം നല്ലതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസ് നീങ്ങിപ്പോകും. നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായി തീരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 6 കപ്പ് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും. നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയെന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായി കാത്തിരിക്കുന്നുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു മാരേജ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മാരേജിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഇവിടെ 2-3 കാർഡാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്തത് ഈ പറഞ്ഞ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വ്യക്തികളായിരിക്കണമെന്നില്ല, സാഹചര്യങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത. ഒരുപക്ഷെ ജോലിയില്ലായിരിക്കാം, ഒരുപാട് കടങ്ങൾ ഉണ്ടാവാം, വീട്ടിൽ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവാം. അപ്പൊ അതെല്ലാം തീർക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനോ അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. തീർച്ചയായിട്ടും ആ ഒരു പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് ആ ഒരു വ്യക്തി ഈ ഒരു വർഷം നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് റെഡി ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ സമയം ചേഞ്ച് ആവുന്നു. അതിനനുസരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. റിയൽ ലവ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാനാണ് പറയുന്നത്. ഇവിടെ ലൈഫിലൊക്കെ നല്ല രീതിയിലുള്ള പ്രോഗ്രസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ പ്രോഗ്രസ്, നല്ല രീതിയിൽ ഉന്നമനത്തിലേക്ക് പോകുന്നു, വളർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന കാണുന്നുണ്ട്. നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആരെങ്കിലൊക്കെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. ഓൾഡ് സുഹൃത്തുക്കളെ അല്ലെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും പഴയ ഓർമ്മകൾ അയവിറക്കാനൊക്കെ ഉള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ചേർന്നുള്ള ഒരു മാരേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ വെച്ച് ഫാമിലി ആയിട്ടൊക്കെ പരിചയപ്പെടാനും ഫാമിലി ആയിട്ടൊക്കെ കണ്ടുമുട്ടാനും സൗഹൃദം പങ്കിടാനും ഒക്കെ ഉള്ളൊരു അവസ്ഥ
നിങ്ങൾക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുന്നു. ഇവിടെ ജെമിനി, ലിബ്ര, അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് കാണുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോണും, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ്, അങ്ങനെ ഒരുവിധ എല്ലാ സൈൻസും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാ സൈൻസും ഉണ്ട്, എയറും ഫയറും വാട്ടറും എർത്തും എല്ലാ സൈൻസും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ലൈഫ് ഒരു ബാലൻസിൽ തന്നെ കൊണ്ടുപോകാൻ. നിങ്ങളുടെ കണ്ണുനീരിനും തീർച്ചയായിട്ടും ദൈവം പ്രതിഫലം തരാൻ പോവാണ്. നിങ്ങളുടെ വ്യക്തി മൂലമാണ് വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാത്ത കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് മൂലം, അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിലാണ് നിങ്ങൾ കണ്ണുനീര് ഒടിച്ചെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്താണ് നിങ്ങൾ കണ്ണുനീര് ഒടിച്ചെങ്കിൽ ആ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സായിട്ട് തരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിദേശ യാത്രയുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ വിദേശവാസം കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ആരെങ്കിലുമൊക്കെ ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസിലേക്ക് തന്നെ വരുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് മടിച്ചു നിൽക്കേണ്ടതില്ല, സ്റ്റാർട്ട് ചെയ്തോളാൻ പറയുന്നുണ്ട് കേട്ടോ. നല്ല കാര്യങ്ങൾ, ട്രാവൽ, യാത്രയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് ചാരിയോട്ട് കാണുന്നത്. ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് കേട്ടോ. ഏഞ്ചലിന്റെ സപ്പോർട്ട്, ഒരുപാട് ഏഞ്ചൽ മെസ്സേജിന്റെ കാർഡുകളുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് ദൈവം നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലം തരാൻ പോവാന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് കാർഡുണ്ട്. ദൈവം നിങ്ങളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ കരഞ്ഞിട്ടുണ്ടോ ആ ഒരു വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ദൈവം തരാൻ പോവാണ്. നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് പ്രതിഫലം, ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ഹസ്ബൻഡ് ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഡിവോഴ്സ് ആയിട്ടുണ്ടാവാം, ഹസ്ബൻഡിൽ നിന്ന് ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടാവാം, കുട്ടികളുമൊത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടാവാം, ഒരുപക്ഷെ മാരേജ് ചീറ്റിംഗ് ആയിരുന്നിരിക്കാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടത്, സാമ്പത്തികം എല്ലാം നഷ്ടപ്പെട്ടു, വീട് ജപ്തിയിലാണ്. ഒരുപാട് പേരാണ് വീട് ജപ്തിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെയൊക്കെ ഒരു കടം കയറി കടഭാരത്താൽ ഒരുപാട് കടം കൊണ്ട് നിവൃത്തിയില്ലാതെ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് പേര്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കണ്ണുനീരിനൊക്കെ ദൈവം ഒരു പ്രതിഫലം തരാതിരിക്കില്ല. ആ കണ്ണുനീരിന് നിങ്ങള് എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിന്നുള്ള കണ്ണുനീരായിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലമാണ് വരുന്നത്. പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അപ്പൊ ഒരുപാട് നാളായി പ്രശ്നങ്ങളില്ല. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. എനിക്ക് നല്ലത് വരും എന്നുള്ള, അല്ലെങ്കിൽ എന്നും നിങ്ങളെ നെഗറ്റീവായിട്ട്, എനിക്ക് എന്റെ ജീവിതം എന്നും കരച്ചിലാണ്, എന്നും കണ്ണുനീരാണ്, എന്റെ ദുഃഖങ്ങളൊന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല എന്നുള്ളൊരു ചിന്താഗതിയോടെ കൂടി എപ്പോഴും ഇരിക്കരുത്. എനിക്കൊരു നല്ല കാലം വരും, ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ഈ സിറ്റുവേഷനൊക്കെ മാറും, എന്റെ കടങ്ങളൊക്കെ വീട്ടാൻ കഴിയും, എന്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോവില്ല, എന്റെ വീട് എനിക്ക് തിരികെ കിട്ടും, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും, അല്ലെങ്കിൽ എന്റെ ജോലി എനിക്ക് തിരികെ കിട്ടും, ജോലി എനിക്ക് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ അത് കുറച്ചുകൂടി ലാഭം, കുറച്ചുകൂടെ എനിക്ക് നല്ല ജോലി ലഭിക്കാനാണ്. അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഫുൾ നെഗറ്റീവ് എനർജിയിലാണെങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾക്ക് സംഭവിക്കുക. അപ്പൊ നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് വരും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വേണം. അതായത് നിങ്ങൾ എപ്പോഴും ആ ഒരു പുവർ മൈൻഡ് സെറ്റിൽ ഇരുന്നാൽ നിങ്ങൾ എന്നും ആ ഒരു പുവർ ആയിട്ട് തന്നെ ഇരിക്കും. ഒരു പാവപ്പെട്ടവനായിട്ട് അല്ലെ പാവപ്പെട്ടവളായിട്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേന് സൊല്യൂഷൻ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തരുന്നത്. അപ്പൊ നിങ്ങളുടെ കടക്കാരെ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിനുള്ള മണി ബ്ലോക്കേജസ് മാറാനൊക്കെ ഉള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കണ്ണുനീരിന്റെ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പലർക്കും എൻ്റെ അടുത്ത് വരുന്നു, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ലേഡീസ് ആയിട്ടുള്ളവരാവാം, എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഉപദേശം തരാനോ, നല്ല വാക്കുകൾ പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന് പോലും പറഞ്ഞു തരാൻ ആളുകളില്ലാത്ത വ്യക്തികളാണ് ലേഡീസ് ആയിട്ടുള്ളത്. അതായത് ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു വിട്ടു, അത് 2 കുട്ടികളായി, അല്ലെ ഒരു കുട്ടി ആകുമ്പോഴേക്കും ഡിവോഴ്സ് ആയി, അയാൾ വേറെ പെണ്ണുങ്ങളുടെ പുറത്ത് പോയി വേറെ മാരേജ് ചെയ്തത് നിങ്ങളെ ഉപേക്ഷിച്ചു. ആ രീതിയിലായിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല,
സ്വന്തമായിട്ടൊരു ജോലി പോലും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേധ കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരുപാട് പേരാണ്. അപ്പൊ അവിടെ ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ഡിസിഷൻ, എന്ത് ചെയ്യണമെന്ന് പോലും എന്ത് എടുക്കണമെന്ന് പോലും അറിയാൻ മേലാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അപ്പം എന്റെ അടുക്ക വന്ന് നിങ്ങള് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്കത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഒരു മാരേജ് കഴിഞ്ഞ് ഒരു ജോലി പോലും ഇല്ല, 2 കുട്ടികൾ, എന്നിട്ട് ഇനി അടുത്ത ഒരു മാരേജിലേക്ക് പോകാനാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ജോലി പോലും ഇല്ല, നിങ്ങൾക്ക് ഇപ്പൊ ബാധ്യതയായിട്ട് 1-2 കുട്ടികളുണ്ട്. അപ്പൊ അടുത്തൊരു മാരേജിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ നിങ്ങൾ മാരേജ് അല്ല അടുത്തത് നോക്കേണ്ടത്. അടുത്തത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളൊരു ജോലി സമ്പാദിക്കുകയാണ് വേണ്ടത്. അത് പലർക്കും അറിയില്ല. ഈ 2 കുട്ടികൾ അല്ല ഒരു കുട്ടികൾ ഈ ബാധ്യതയായിട്ടാണ് മറ്റൊരാളുടെ അടുത്തേക്ക് വീണ്ടും മാരേജ് എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പൊ അവിടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അത് അവിടെ ഇനി അടുത്തത് ഇത് തന്നെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളൊരു ജോലി തരപ്പെടുത്തുക. നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങളൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഉടനെ അടുത്ത മാരേജിലേക്ക് പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു ബാധ്യതയും കൊണ്ടാണ് അടുത്തേക്ക് പോകുന്നത്. നിങ്ങളുടെ ഈ കുട്ടികളുടെ ബാധ്യത ഏറ്റെടുക്കാൻ എല്ലാവരും മറ്റും തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ബാധ്യത നിങ്ങളുടെ ചുമലിലാണെങ്കിൽ നിങ്ങളൊരു ജോലി സമ്പാദിക്കുക, ജോലി ഇല്ലാത്തവരാണെങ്കിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ വന്ന് എന്നോട് എൻ്റെ അടുത്ത് റീഡിങ്ങിനോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ എന്തിനാണ് രണ്ടാമതും കല്യാണം കഴിക്കുക, രണ്ടാമതും സംഭവിക്കുക ഇതൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അവിടെ പോകുമ്പോൾ പിന്നെയും കിട്ടും ഒരു കുട്ടിയെ കൂടെ, പിന്നെ 3 എണ്ണത്തിന്റെ അല്ലെങ്കിൽ 2 എണ്ണത്തിന്റെ ബാധ്യതയും കൂടെയാണ്. അപ്പൊ ജീവിതം മൊത്തം എന്താണ്? കുട്ടികളെ വളർത്തി ഇങ്ങനെ നരകിച്ച് ജീവിക്കാനാണ് വിധി. അങ്ങനെയല്ല, നിങ്ങൾക്ക് കരിയറിലൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കരിയർ, അതായത് സാമ്പത്തികം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവിതം, മാരേജ് ലൈഫിൽ സാമ്പത്തികം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവിക്കണമെങ്കിൽ പണം വേണം. പണത്തിന് വളരെ 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 മൂല്യമുണ്ട്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും അറിയാതെയാണ് ഇങ്ങനെ ഒരാളുടെയും ലൈഫ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്തയാളെ തപ്പി പോവാണ്. അതല്ല വേണ്ടത്. എവിടെയെങ്കിലും ഒരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തിയായിട്ട് ചാറ്റി അവിടെ പ്രോബ്ലം ഉണ്ടാകുകയാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. നിങ്ങൾ ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കരിയറിലേക്കും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ഒരു വാല്യൂ ഉയർത്തും. നിങ്ങൾ ആരുടെയെങ്കിലും ഈ മാരേജിലേക്ക് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഓരോ വ്യക്തികളുടെ പുറകെ പോകാതെ നിങ്ങളുടെ വാല്യൂ ഒന്ന് ഉയർത്തും. നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഉയരുമ്പോഴത്തേക്കിനാണ് നല്ല നല്ല വ്യക്തികൾ നിങ്ങളെ തേടി വരുന്നത്. അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിന് മാത്രം വിളിച്ചാൽ മതി. നിങ്ങളെ വിളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, റീഡിങ്ങിലൊക്കെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ വരിക. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് റീഡിങ്. നിങ്ങളുടെ കണ്ണുനീര് എന്താണോ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കരഞ്ഞ ആ കരച്ചിലിന് നിങ്ങൾക്ക് ദൈവം പ്രതിഫലം തരാൻ പോവാണ് എന്നുള്ളതാണ്. ഒരുപാട് നാളായി കരഞ്ഞ, ഒരുപാട് വിഷയങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതിഫലം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അല്ലെ? കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് പ്രതിഫലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആര് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് പ്രോബ്ലത്തിലും നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിന് ഒരു സന്തോഷം, ഒരു ചിരി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് ലഭിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.